സത്യത്തിൽ നിങ്ങളൊക്കെ പഠിച്ച കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അസൂയ തോന്നുക. എന്നിട്ട് ആൻ ഡെന്നിസിന്റെ പ്രണയം തിരിച്ചറിഞ്ഞോ? പ്ലീസ്, ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണട്ടെ. ഡെയിലി കോളേജ് കാണില്ല, നീ വാങ്ങോട്. സമീർ, നിങ്ങളെന്താ ഇവിടെ? അല്ല, എന്റെ ഉമ്മാടെ ഇളാപ്പാടെ കൊച്ചാപ്പാടെ മൂത്ത മരുമോന്റെ മോനാണ് ഇവിടുത്തെ പുയ്യാപ്പിള. എന്നാ ശരി എന്നാ. പാട്ട് നന്നായിരുന്നു. ഹലോ, ചീറ്റി പോയി വാ. ആ പോര് പോര്. നാണം കെട്ട ഏർപ്പാടായി പോയി. അതല്ല അളിയ, പാട്ട് നന്നായെന്ന് പറഞ്ഞിട്ട് അവളൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ഓ എടാ, എന്തേലും വഴി ഉണ്ടാക്കടാ, നീ കേറ്. അളിയാ, വഴി ഉണ്ടായി, നീ കേറണ്ട, വരട്ടെ. ചേട്ടാ, അപ്പൊ ചേട്ടൻ ഡ്രൈവറും കൂടെ ആണല്ലേ? മുതലാളിയുടെ മോളെ വിളിക്കാൻ വന്നായിരിക്കും. അതെ. എടാ, നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ആന്റെ വീട്ടില്. നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്. ഇതാരാ പുതിയ കക്ഷി? കക്ഷിയോ? ഇത് ആരാന്നാ വിചാരം? കൊച്ചുമലയാളിയാ, കൊച്ചുമലയാളി. ചേട്ടന്റെ മുതലാളിയുടെ മകളെ വിളിക്കുന്ന ഈ ചുളനാ. നീ ചുമ്മാ ഓരോന്നും. ഞാൻ പറയും. എന്താ മോന്റെ പേര്? ഡെന്നിസ്. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല. ഞാൻ റിസ്ക് എടുത്ത് വളച്ചോ? പിന്നെ ഇല്ലാണ്ട്. ഇവന്റെ കാര്യങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബൂസ്റ്റപ്പോ സെവനപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ മോന്റെ പപ്പയുടെ പേര്? ഐസക്. നല്ല പേരല്ലേ? ഒരു മുതലാളിയാവാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പിന്നെ ചേട്ടനെ മറ്റേ സാധനത്തിന്റെ കാര്യമല്ലേ, ചേട്ടൻ അതിൽ കുളിപ്പിച്ച് കിടത്തനാരും ഞാൻ ഏറ്റു. ഇതൊന്ന് ശരിയായി കൊടുക്കൂ പ്ലീസ്. അത് മാത്രം പോരല്ലോ, പിന്നെ എന്നാ വേണ്ടേ? എന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കണ്ടേ? ഒറ്റ ചിരിയാൻ പറ്റുന്നല്ലോ. ചേട്ടന്റെ മോളെ കല്യാണം കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ചേട്ടന്റെ മുതലാളിയുടെ മോളെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞത്. കേട്ടോടാ, ചുമ്മാ ചിരിപ്പിച്ച് കൊല്ലണ്ട ഒരു കോളേ. ഇത് കൊച്ചു മുതലാളി ഡെന്നീസ് വളരെ നല്ലവനും യോഗ്യനുമാണ്. പിന്നെ ഇത് ഇവന്റെ കൂട്ടുകാരൻ, എന്താ പേര്? സമീർ. സമീർ. ഇവനെ വളരെ നല്ലവനാ, പക്ഷെ ഇടയ്ക്ക് ബൂസ്റ്റ് കുടിക്കുമെന്നേ ഉള്ളൂ. ഇനി ഞാൻ അല്ല, എന്നാലും ഇത് തോമസ് കുരുവിളയുടെ ഭാര്യ റോസി, മകൾ ആൻ മരിയ. അറിയാം. എന്താ പപ്പ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പപ്പൻ അതാളുടെ പേര്. ചുമ്മാ സമീർ ഇതിന്റെ പപ്പയാ? ആരാന്ന്? പപ്പയാണെന്ന്. തോമസ് കുരുവിള. എന്താണ്? കണ്ണിച്ചോരയില്ലാത്തവൻ. Could you really love somebody who is absolutely nobody without you? മൂന്ന് somebody ഒരു nobody. എന്താ പടി അത്? എടാ ബഡി, ഞാൻ പറഞ്ഞുതരാം. Somebody who falls apart when you walk out the door. Don't you? എന്ന് വെച്ചാൽ വാതിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും വീഴാം, പക്ഷെ നീ വീഴരുത്. അതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കെട്ടി നീ പറയണേ? ഫുഡിനെ കുറിച്ചല്ലാതെ ഒരു അക്ഷരം വേണ്ടി നിന്റെ മോന്തക്കിനായിരിക്കും. അച്ഛൻ, നീ പറഞ്ഞത് ഞാൻ കേട്ടൂട്ടാ. എടാ മണ്ട, ഇത് ഇംഗ്ലീഷ് കാവ്യാണ്. നീയില്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാളെ വേണ്ടേ നിനക്ക് കൂട്ടിന്? മനസ്സിലായോ? മനസ്സിലായ അച്ഛോ, ഞാൻ അവരെ പറ്റിച്ചല്ലേ. അത് പോട്ടെ, ആരത് എഴുതിയത്? എവിടുന്ന് കിട്ടി? ടോണി മോറിസൺ, സോങ് ഓഫ് സോളമൻ. ഗ്രേറ്റ്. ഡു യു നോ ഹൂ ഈസ് ടോണി മോറിസൺ? 1993 നോബൽ പ്രൈസ് വിന്നർ. എക്സലന്റ്. ടോണി മോറിസനെ കുറിച്ച് എത്ര പേരോട് വായിച്ചിട്ടുണ്ട്? എന്താ പറയും? ടോണി മോറിസനെ കുറിച്ച് അറിയുന്നു. അച്ഛൻ മറ്റേ താടി കിട്ടിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടത്തലയുടെ ചുള്ളം പയ്യൻ. ടോണി മോറിസൺ ഇരിക്കടാ, ഇരിക്കടാ, ഇരിക്കടാ. എന്താ താടി വെച്ചോന്നാ? എടാ, ടോണി മോറിസൺ ഒരു പെണ്ണടാ. രാവിലെ തന്നെ ഇറങ്ങും മണ്ടത്തരം പറയാനായിട്ട്. ഡെന്നിസ്, കുഡ് യു റിയലി ലവ് സംബഡി? ഹൂയിസ് നല്ലല്ലോ, വാസം നല്ല വരേണ്ടത്. എടാ സോളമ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഞാൻ സഹിക്കും. എന്നെ അവന്മാര് കൂവി, അത് ഞാൻ സഹിക്കൂല. നിനക്ക് അറിഞ്ഞുടങ്ങി മിണ്ടാതിരുന്നൂടെ? കൂടുതൽ കളിയാക്കല്ലേ. എനിക്കറിയാവുന്ന ടോണി മോറിസ് ആണാ. ഞാൻ നാണം കെട്ടാ.
സംബടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഡെന്നീസേ, നോബഡി വിത്തൗട്ട് യു. എന്തായിരുന്നു എന്റെ അർത്ഥം? നീ ഇല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ആളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? കോപ്പ് ഒരു ടോണി മോർച്ച് വന്നേക്കണം. എടാ, പുസ്തകങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധം കാണൂല. മനുഷ്യ നാണം കെടുത്താനായിട്ട്. എല്ലാവർക്കും നിന്നെ പോലെ ആവാൻ പറ്റില്ലല്ലോ. പിന്നെ റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. സോറി. ഡാ, നീ എങ്ങോട്ടാ? നീ പറഞ്ഞത് അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവന് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അത് തുറന്നു പറഞ്ഞേക്കണം. വെറുതെ എങ്ങനെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കാതെ. അത് ശരിയാ, ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല. മോശം. അളയാ, ഞാൻ വന്നെ രാത്രി വിളിക്കട്ടാ. വേണ്ട, ഏയ്, ഞാൻ ഞാൻ വിളിക്കും, രണ്ട് രാത്രി ദിവസത്തേക്ക് വിളിക്കും ബിസിയാ. ഡീ, അത് ഞാൻ രാത്രി വിളിച്ചാലോ? പോടാ. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആളെ നോക്കിയാളാം. നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? അതെ, ഡെന്നിസിനോടുള്ള സ്നേഹം കൊണ്ടാ സാം അങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിന്റെ മനസ്സിൽ എന്താ? എന്തായാലും അത് ഡെന്നിസിനോട് തുറന്നു പറ. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഹലോ. ആ, ഫസിയ. ഏത് ഫസിയ? സമീറ, നീ കളിക്കല്ലേ? ആന്റി കാള് മാറിയതായിരിക്കും. ഓ, ജാടയാണെങ്കി ഓക്കെ, ബൈ. വെക്കല്ലേ വെക്കല്ലേ. മോളെ, നീ എന്താ കരുതിയത്? നിനക്കൊരു സത്യം അറിയോ? എന്നെ പ്രണയിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിലെ എത്രയോ പെൺപിള്ളേരൊക്കെ ഉവ്വ. പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. എല്ലാം നിനക്ക് വേണ്ടിട്ടാണ്. അയ്യോടാ, അത്രയ്ക്ക് സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേടി. നിന്റെ ഒരു നമ്പർ ഇവിടെ ചെലവാവില്ല മോനെ. ആ, എടാ, ഡെന്നിസ് എവിടെ? അവൻ ഹലോ. ഞാനടാ. എടാ, നീ അത്യാവശ്യമായിട്ട് തുമ്പൂർമൊഴി എഴുന്നു വന്നേ. വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകിട്ട് അങ്കിളിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് ഉപകാരമുള്ള കാര്യമാണ്. നീ എന്തായാലും വന്നേ പറ്റൂ. ഞാൻ നോക്കട്ടെ. ആ. എവിടെ? പപ്പ ഇവിടെ കാറും കഴിക്കൊണ്ടിരുന്നാണല്ലോ. ഇതെവിടെ പോയി? ഒന്ന് സഹായിച്ചു കളയാം, ചിലപ്പോ കാര്യം നടക്കും. അത് പിന്നെ ബക്കറ്റിൽ വെള്ളം ഇരിക്കണ കണ്ടപ്പോ പപ്പായ ഒന്ന് സഹായിക്കാൻ വേണ്ടി. ഇങ്ങനെയാണോടാ സഹായിക്കുന്നത്? അവനൊരു അബദ്ധം പറ്റിപ്പോയി, ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പന്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചോണ്ടുള്ള ഈ ഹെൽപ്പ് അത് അല്പം കടന്നു പോയടാ മോനെ. പപ്പ, അത് പിന്നെ എനിക്ക് വേണ്ട 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 വേണ്ട. സാം വിളിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു കുരങ്ങും വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അവരെ കാണാൻ പോണം. അങ്കിളിന്റെ വീട്ടിൽ മാത്രം പോവാൻ വയ്യ. അതല്ല പൊന്നുമാൻ പറയാൻ വരുന്നത്. മനസ്സിലാക്കിയില്ലേ? വേണ്ട, നീ എങ്ങും കറങ്ങാൻ പോണ്ട. അങ്കിളിന്റെ വീട്ടിലെ ഫംഗ്ഷനെ പറ്റി നിനക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. പിന്നെ ഇവൻ അവിടെ ചെന്നില്ലെന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഫംഗ്ഷൻ ഒക്കെ നടക്കേണ്ട പോലെ നടക്കട്ടെ. മോൻ പോയിട്ട് വേണം. ആവുന്ന പോലെ ഞാൻ ഒരെണ്ണം തട്ടി. വയസ്സാം കാലത്തൊരു ഇളക്കം മനുഷ്യൻ. എന്താടാ പറഞ്ഞേ? പട പട പട. ആഹാ, എത്ര മനോഹരമായ സ്ഥലം അല്ലേ? ഞാനല്ല ഫസിയ, നീ മറന്നുപോയാ? ചക്കപ്പോത്തെ, അവൻ മൂഡ് വർക്കൗട്ട് ചെയ്യും. എന്തോന്ന് മൂട്?
ഞാനൊരു വിധത്തിൽ അവളുടെ മനസ്സിൽ പ്രേമം കുത്തിവരക്കാൻ നോക്കുമ്പോഴാണ് നിന്റെയൊക്കെ ഒരു മൈ സമീറേ ഓ സോറി ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലാണ് ആലോചിച്ചു. അപ്പൊ നമ്മളെന്താ പറഞ്ഞു? ഞാൻ നിനക്ക് ഈ ഫീമെയിൽ ഐസ്ക്രീം ബാറിൽ വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു. ഛേ, അത് യൂഷ്വൽ അല്ലേ? ആണോ? ഇതല്ലേ വെറൈറ്റി. ദൃഢമായ പ്രണയം പറയാൻ ബെസ്റ്റ് സ്ഥലം ഇതാ. എടാ, പ്രകൃതിയുടെ നടുവിലൂടെ ഒഴുകി വരുന്ന പുഴ, അവിടെ ഇവിടെ മുഴച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾ. ഈ വായിക്കൊള്ളാത്ത ഡയലോഗ് അടിച്ച് വെറുതെ നിന്റെ കാമുകിയുടെ മുന്നിൽ നാണം കിട നിൽക്കും. നീ ഒന്നും മിണ്ടായിരുന്നു, നമുക്ക് അവനെ കൊണ്ട് ചെലവഴിക്കാം. ആണാ? എടാ, ഈ പണിക്ക് പറയണ പേരാണ് മാമാ പണി. ഞാൻ പോണു. Look. ഡാ, എത്ര നേരമായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ? അല്ല, നീ എന്തിനാ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഈ പുഴയും പാറക്കെട്ട് കാണാൻ വേണ്ടി ഇവൻ നിന്നെ വിളിച്ചതാ. പോടാ. എടീ, നീ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അവളുടെ പപ്പയെ ഇവരെല്ലാം കൂടെ സെർവന്റ് ആക്കിയതിന്റെ ദേഷ്യത്തിലാന്ന് തോന്നുന്നു. നീങ്ങടെ ചേർന്ന് ഇതെല്ലാം ചെയ്തെന്ന് അവളുടെ വിചാരം. ഞാനേതായാലും സോറി പറഞ്ഞു. നീങ്ങടെ പറഞ്ഞാര്? അതെ, നിനക്ക് ആ ഷംനാലിനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ? നമുക്ക് ഈ മലയും പുഴയൊക്കെ കാണിച്ചു കൊടുക്കില്ലേ? എന്തു പറ്റി? എന്റെ പ്രശ്നം ഡെന്നീസാണ്. ഞാനോ? ഉം. ഞാൻ തന്റെ പപ്പയെ കണ്ട് സോറി പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. എല്ലാവരും തമാശക്ക്. അപ്പൊ ഡെന്നീസിന് ഞാനൊരു തമാശയായിരുന്നല്ലേ? അല്ല, മനസ്സിലായില്ല. ധൈര്യമായിട്ട് പറയടി, അവന് ഇഷ്ടാണെന്ന്. ഇപ്പൊ ഒരു കാറ്റ് വരും.